ഞാൻ കണ്ട ദുബായ് 3 ഭാഗങ്ങളായിട്ടാണ് പ്രസിദ്ധപ്പെടുത്തുന്നത്. ഇത് 1-ാം ഭാഗം. ഞങ്ങൾ സാന്റമോണിക്കയുടെ ടൂർ പാക്കേജിലാണ് ദുബായിൽ പോയത്. താമസവും ഭക്ഷണവും വാഹനവും എല്ലാം നല്ല നിലവാരം പുലർത്തി. ദുബായിലുള്ള ഗൈഡും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സാന്റമോണിക്കയുടെ പ്രതിനിധിയും സ്വന്തം കുടുംബാംഗങ്ങൾ എന്ന നിലയിലാണ് ഞങ്ങളോട് ഇടപഴകിയത്. ഞങ്ങളുടെ ടൂർ ആരംഭിച്ചത് പഴയ ദുബായിൽ നിന്നാണ്. ദുബായ് സമയം രാത്രി 7 മണി മുതൽ ആഡംബര നൗകയിൽ 2 മണിക്കൂർ നീണ്ടുനിന്ന ഉല്ലാസയാത്ര. യാത്രയിലുടനീളം ആട്ടവും പാട്ടും മാജിക് ഷോയും ഒക്കെ ഉണ്ടായിരുന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു. അടുത്ത ദിവസം പ്രഭാത ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ബുർജ് ഖലീഫ കാണാൻ പുറപ്പെട്ടു. 828 മീറ്റർ ഉയരവും 163 നിലകളുമുള്ള ഈ ബുർജ് ഖലീഫ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ്. ദുബായ് മാളിനകത്തുകൂടിയാണ് ബുർജ് ഖലീഫയിലേക്കുള്ള പ്രവേശനം. വിസ്തീർണത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മാളായിട്ടാണ് ദുബായ് മാൾ കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 3 മണിക്കൂറോളം ക്യൂ നിന്നാണ് ബുർജ് ഖലീഫയുടെ മുകളിലെത്തിയത്. നടന്നും എസ്കലേറ്ററിൽ കൂടിയും ലിഫ്റ്റ് വഴിയുമാണ് മുകളിലെത്തിയത്. മുകളിൽ നിന്ന് നോക്കിയാൽ ദുബായ് പട്ടണം മുഴുവൻ കാണാൻ സാധിക്കും. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്. ദുബായ് മാളിൻ്റെ ഒരു ഭാഗത്ത് പ്രസിദ്ധമായ അക്വേറിയം ഉണ്ട്. സമയക്കുറവ് മൂലം ഉള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും പുറത്തു നിന്നുള്ള ദൃശ്യം ഏവരെയും ആകർഷിക്കും. ഉച്ചയൂണിന് ശേഷം പാം ജുമൈറ കാണുവാൻ വേണ്ടി പുറപ്പെട്ടു. പ്രസിദ്ധമായ ഷെയ്ഖ് സയാദ് റോഡിൽ കൂടിയാണ് യാത്ര ചെയ്തത്. ഇരുവശങ്ങളിലും 8 വരി വീതമുള്ള പാതകൾ ഉണ്ട്. UAEയിലെ 7 എമിറേറ്റ്സിലേക്കും ഈ റോഡിൽ നിന്നും പോകാവുന്നതാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി ഉയർന്നു നിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ദുബായിലെ ജുമൈറ തീരത്ത് കടൽ നികത്തി നിർമ്മിച്ച ഈന്തപ്പനയുടെ ആകൃതിയിലുള്ള ലോകപ്രശസ്തമായ കൃത്രിമ ദ്വീപാണ് പാം ജുമൈറ. ഈ സ്ഥലം ദുബായിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഈന്തപ്പനയുടെ ആകൃതിയിലുള്ള ഈ ദ്വീപ് അറ്റ്ലാന്റിസ് പോലുള്ള ആഡംബര ഹോട്ടലുകളും വില്ലകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പാം ടവറിൻ്റെ 52ാമത്തെ നിലയിൽ നിന്നാൽ ഈന്തപ്പനയുടെ ആകൃതിയിലുള്ള ഈ ദ്വീപ് പൂർണ്ണമായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 1 മണിക്കൂറിലധികം സമയം ക്യൂ നിന്നാണ് ടവറിൻ്റെ മുകളിൽ കയറിയത്. മുകളിലേക്ക് പോകുന്ന വഴി കണ്ട മനോഹരമായ ഒരു ദൃശ്യമാണിത്. ഇതാണ് പാം ജുമൈറ. സന്ധ്യയോടുകൂടി വീണ്ടും ദുബായ് മാളിന് സമീപമുള്ള വാട്ടർ ഫൗണ്ടൻ ഷോ കാണുന്നതിനായി എത്തി. രാത്രിയിൽ അരമണിക്കൂർ ഇടവിട്ട് 3 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഷോയുണ്ട്. ഈ ഷോയ്ക്ക് അനുസൃതമായി ബുർജ് ഖലീഫയിലെ ദീപങ്ങളും ഉയർന്നു താഴുന്നത് കാണാം. അന്നത്തെ ദൃശ്യവിരുന്ന് രാത്രി വൈകി ഉറങ്ങാൻ കിടന്നപ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിന്നു. ഇന്നത്തെ യാത്രാ വിവരണം നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനും മറക്കരുത്. ബാക്കി വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.